ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഓണത്തിന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്ലേയുടെ പൂക്കളം നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്ലേ ആവശ്യമാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ക്ലേസ് നമുക്ക് ഒരു പിങ്ക്, യെല്ലോ, ഓറഞ്ച്, റെഡ്, വൈറ്റ്, വയലറ്റ്, അങ്ങനെ കുറച്ച് കളേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള ഏത് കളേഴ്സാണെന്ന് വെച്ചാൽ അതെടുക്കാം. അതിനാദ്യം ഞാനൊരു മഞ്ഞ ക്ലേ എടുത്തിട്ട് അത് ഇങ്ങനെ നീളത്തിൽ ഉരുട്ടിയതിന് ശേഷം അത് 5 പീസസായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് നമുക്കത് ഓരോന്നോരോന്നായിട്ട് ഉണ്ടയാക്കിയിട്ട് എടുക്കാം. എന്നിട്ടത് ഈവനായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഡബിളെ മൂടി വെച്ചിട്ട് അത് ഒന്നിങ്ങനെ കറക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരേപോലെ വരും. എന്നിട്ട് നമുക്ക് ഈ ഓരോന്നും ഒരുമിച്ച് ഇങ്ങനെ ഒരു പൂ പോലെ ഈ 5 വെച്ച് കഴിഞ്ഞാൽ ഒരു പൂ പോലെ വരും. എന്നിട്ട് അതിൻ്റെ നടുക്ക് നമുക്കൊരിങ്ങനെ ഒരു കുഴി പോലെ ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പം ഏകദേശം ഒരു പൂ പോലെയല്ലേ കാണാനായിട്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ വലുത് ഒരു സൈഡ് വലുതെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം അതിനകത്തുനിന്ന് പിച്ച് മാറ്റിയിട്ടൊക്കെ വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു ഓറഞ്ച് കളർ എടുത്തിട്ട് വളരെ ചെറിയൊരു ബോൾസൊക്കെ ആക്കിയിട്ട് നമുക്കതിലിങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 5-6 എണ്ണമൊക്കെ ഞാനതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഉണ്ടയാക്കാം. അത് ഒരു ഓറഞ്ച് റെഡിഷ് കളറുമായിട്ടുള്ള ഒരെണ്ണം എടുത്തിട്ട് അത് നമ്മൾ നീളത്തിൽ ഇങ്ങനെ പരത്തി വെക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലെടുത്തിട്ട് നമുക്ക് ഈ പൂ എടുത്ത് വയ്ക്കാം. എന്നിട്ട് അതിൽ ഓരോരോ ഇങ്ങനെ കുത്തു പോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഒരു ഡിസൈൻ പോലെ നമുക്കതിലവിടെ കാണാൻ പറ്റും. ഇനി അടുത്ത് നമുക്കൊരു വൈറ്റ് എടുത്തിട്ട് നമ്മൾ അത് ഭയങ്കര തിന്നായിട്ട് നീളത്തിൽ വേണം നമ്മളത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏകദേശം നമുക്ക് ഓരോ അളവിൽ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് നമ്മൾക്കത് എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് നല്ലോണം ഏകദേശം ഈവനായിട്ട് പരത്തിയതിന് ശേഷം ഇങ്ങനെ ഒരു വള്ളിയുടെ ഒരു രൂപത്തിലാക്കി എടുക്കാം. എന്നിട്ട് നമുക്കത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അത് അതിന് ചുറ്റും നമ്മുടെ ഉണ്ടാക്കിയിരിക്കുന്ന ഓറഞ്ചിന് ചുറ്റും നമ്മൾ വെക്കാൻ പോവാണ്. എന്നിട്ട് ബാക്കി വരുന്നത് നമുക്കതവിടെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇനി അടുത്ത് നമുക്കൊരു വയലറ്റ് കളറ് ക്ലേ എടുക്കാം. ആ വയലറ്റ് ക്ലേ കളറ് നമുക്കിങ്ങനെ റോൾ ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് ചെറിയ ഇതായിട്ടൊന്ന് പരത്തിയ പോലെയായിട്ട് എടുക്കണം. ഏതെങ്കിലും ഒരു പരത്താൻ പറ്റിയൊരു സാധനം വെച്ചിട്ട് നമുക്കതൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് അതിന് ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന പീസ് നമുക്കത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത് നമുക്ക് ഏകദേശം ഇനി നമുക്ക് ഒരു പിങ്ക് ക്ലേ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ചധികം ബോൾസ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് വെച്ച് നോക്കിയിട്ട് എത്രത്തോളം ബോൾ ആവശ്യമാണോ അതിനനുസരിച്ചിട്ട് ബോൾ വെച്ചാൽ മതി. ബോൾസ് ഇനി കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ബോൾസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചുറ്റുമായിട്ട് വെക്കാനായിട്ട് പറ്റും. നമ്മളിങ്ങനെ ഓരോ ബോൾസും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അറ്റത്തൊരു മുനയുള്ള പോലത്തെ സാധനം, എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്കൊരു ഡിസൈൻ പോലെ ഇങ്ങനെ വരും. ഇനി നമുക്ക് ആ ഒരു ഓറഞ്ച് സൈഡ് ഭയങ്കര പ്ലെയിൻ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ചെറിയൊരു യെല്ലോയിഷ്
കളറിലുള്ള എന്തെങ്കിലും എടുത്തിട്ട് നമുക്കത് കുഞ്ഞു 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 ഉണ്ടകളാക്കിയിട്ട് അത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഗ്രീൻ കളർ ക്ലേ എടുക്കുക, ചെറിയ ഉണ്ടകളാക്കുക. എന്നിട്ട് ഓരോ റോസ് പീസസിൻ്റെ അടിയിലും കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് അവിടെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഏകദേശം നമ്മളത് ഗ്രീൻ കളർ വെച്ച് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഓണത്തിൻ്റെ പൂക്കളം റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ പൂക്കളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.